മാന്യ പ്രേക്ഷകർക്ക് ഈ നീതി തേടിയെന്ന നടരാജ് ഷോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിയമ ലംഘനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് പറയുന്നത്. ഈ മാന്യ പ്രേക്ഷകർക്കറിയാം, ഈ വിഷയം സുപ്രീം കോടതി പല ഉത്തരവുകളും വിധികളും നടപ്പിലാക്കി വച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയും ഉത്തരവും പാലിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥർ പാലിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ വിഷയം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടപ്പിലാക്കി വച്ചിരിക്കുന്ന വിധിക്ക് അല്ലെങ്കിൽ ഉത്തരവിന് വിപരീതമായിട്ടാണ് പല ഉദ്യോഗസ്ഥന്മാരും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ജനങ്ങൾ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത അതിൽ 47 എന്നൊരു വകുപ്പുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ അറസ്റ്റ് ചെയ്യുവാൻ ചെല്ലുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചില മര്യാദകൾ ഉണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. അത് നമ്മളുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, നമ്മളുടെ ബഹുമാനപ്പെട്ട നമ്മളുടെ ഭരണഘടനയിലേക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുള്ള നിയമ നടപടി ചട്ടങ്ങളാണത്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നിട്ട് ഒരാളെ അവർക്ക് തോന്നിയ സമയത്തങ്ങ് ചെന്നിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക, അവരെ തോന്നിയ സ്ഥലത്തെല്ലാം കൊണ്ടു നടന്ന് ഒരു കാഴ്ച വസ്തുവിനെ പോലെ പ്രദർശിപ്പിക്കുക, തോന്നുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുക, തോന്നുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുക. ഈ നടപടി വളരെ ഗുരുതരമായ നടപടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടി മൂലം ആ കുടുംബം, ആ പിടിക്കപ്പെട്ട ആളും അയാളുടെ കുടുംബവും അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ, അതുവഴി അവരനുഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, ഇതിനൊക്കെ ആര് സമാധാനം പറയും? ആരാണ് സമാധാനം പറയേണ്ടത്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മളുടെ സർക്കാർ, അത് ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിന് ഒരു ആഭ്യന്തര വകുപ്പുണ്ട്, ഒരു ഹോം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ പരാജയമാണ് ഇത്തരത്തിലുള്ള പോലീസ് നടപടികൾ നടക്കുന്നത്. അപ്പം അതിന് സമാധാനം പറയേണ്ടത് സർക്കാരാണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മളുടെ സർക്കാരുകൾ, അത് മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും പലപ്പോഴും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതും. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു FIR എഴുതി നേരെ കോടതിയിൽ കൊടുക്കുകയാണ്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന ആ റിപ്പോർട്ടും FIRഉം അപ്പടി വിശ്വസിച്ചുകൊണ്ട് ആ മജിസ്ട്രേറ്റ് വാറണ്ട് ഓർഡറാക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ടിലും FIRലും ആരോപിക്കപ്പെടുന്ന ആ മനുഷ്യൻ കുറ്റക്കാരനാണോ, കുറ്റം ചെയ്തിട്ടുണ്ടോ, സത്യസന്ധനാണോ എന്നൊന്നും ആ മജിസ്ട്രേറ്റ് അന്വേഷിക്കുന്നില്ല. മജിസ്ട്രേറ്റ് വാറണ്ട് ഓർഡറാക്കുന്നു, പോലീസ് അയാളെ ചെന്ന് പിടിക്കുന്നു,
പോലീസ് പിടിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. ഇയാൾ ജയിലിലേക്ക് പോകുന്നു. അതുവഴി അയാളുടെ കുടുംബം, കുട്ടികൾ, ബന്ധുമിത്രാദികൾ അയാളൊക്കെ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ ഇത് ഇന്നോ ഇന്നലെയോ മാത്രം തുടങ്ങി വെച്ചിട്ടുള്ളൊരു കാര്യമല്ല. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷവും ഏതാണ്ട് ക്രൂരമായ ഇതേപോലെയുള്ള നടപടികൾ തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ ഭരണമെന്നൊക്കെ കൊട്ടിഘോഷിക്കുകയും ആലേഖനം ചെയ്യുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഈ വർത്തമാനങ്ങളൊക്കെ പറയും എന്നല്ലാതെ ശരിക്കും ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ മജിസ്ട്രേറ്റ് അയാളെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്ന ആ വേദനകൾ, ഇതിനൊക്കെ ആര് സമാധാനം പറയണം? ഈ സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഒരാളെ റിമാൻഡ് ചെയ്യാൻ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെയും ആ ഓർഡർ ഇട്ട ആ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റിനെയും അവരുടെ പേരിൽ നടപടിയെടുക്കുവാനും അവരെ ശിക്ഷിക്കുവാനുമായിട്ടുള്ളൊരു നിയമം നിയമസഭയുടെ അകത്ത് ഈ നിയമപാലകരെന്ന് പറഞ്ഞ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഈ ജനനായകന്മാർക്ക് അതിന് സാധിക്കണം. ഇതേ രീതിയിലുള്ള നിയമവിരുദ്ധമായ രീതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുക, കള്ളക്കേസ് എടുക്കുക, അറസ്റ്റ് ചെയ്യുക, റിമാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥന്മാരെ മേലിൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ച്, സുതാര്യമായ രീതിയിൽ അന്വേഷിച്ച്, സത്യം മനസ്സിലാക്കാതെ ഇത്തരം കള്ളക്കേസ് എടുത്ത് ഇത്തരം റിമാൻഡ് ചെയ്യുന്ന, വാറണ്ടിട്ട് റിമാൻഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അതാരായാലും കർശനമായ നടപടി അവരുടെ പേരിൽ എടുക്കുവാനുള്ളൊരു നിയമം നിയമസഭയിൽ പാസ്സാക്കാത്തത് എന്തുകൊണ്ടാണ്? മാറി മാറി വരുന്ന നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അനധികൃതമായി നിയമവിരുദ്ധമായി ഒരു മജിസ്ട്രേറ്റ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിയമത്തിൽ ആ മജിസ്ട്രേറ്റിൻ്റെ പേരിലും നടപടിയെടുക്കുവാനായിട്ടുള്ള റൈറ്റുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിൽ ആരുടെയെങ്കിലും പേരിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി സ്വീകരിക്കുന്ന ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഹിയറിംഗ് നടത്തി സത്യസന്ധമായി അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം പരാതിയിൽ പറയുന്ന ആ ആൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒന്നും പല ഉദ്യോഗസ്ഥന്മാരും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത് കേട്ടിട്ട് എൻ്റെ പേരിൽ നടപടി എടുക്കുകയാണെങ്കിൽ തെളിവുകൾ സഹിതം ഞാൻ പറഞ്ഞു തരാം, തെളിവുകൾ സഹിതം പറഞ്ഞു തരാം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഖം നോക്കാതെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായിട്ടുള്ളൊരു നിയമം സുപ്രീം കോടതി എന്തിനാണ് ഒരു നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ആ നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ബന്ധങ്ങൾ നോക്കരുത്, സ്വന്തങ്ങൾ നോക്കരുത്, പണത്തിൻ്റെ സ്വാധീനം നോക്കരുത്, അങ്ങനെ ഒന്നും നോക്കാതെ സത്യസന്ധമായ രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പാലിക്കപ്പെട്ടുകൊണ്ട് നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ അവരുടെ പേരിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കുവാൻ ഇന്ന് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും ഇല്ലെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിന് വ്യക്തമായ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഈ ഷോ നടത്തുന്നത് എനിക്ക് വേണ്ടി മാത്രം ആയിട്ടുള്ള ഷോ അല്ല ഞാൻ നടത്തുന്നത്.
എല്ലാം അറിയാമെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അന്ധന്മാരാണ്. എന്താ കാരണമെന്നറിയാമോ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിടാന്ന് പറയുമ്പോഴത്തേക്കും തുണി മടക്കി കുത്തഴിച്ചിട്ട് തൊഴുതുകൊണ്ട് തോർത്തെടുത്ത് കക്ഷത്തിൽ വെച്ച് അങ്ങോട്ട് തൊഴുതുകൊണ്ട് ചെല്ലും. കയറാന്ന് പറയുമ്പോൾ കയറും, അങ്ങ് കൊണ്ടുപോകും. ഇവനെത്ര ഉള്ളു? അവന് നിയമത്തെക്കുറിച്ചൊന്നും അറിയില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഞാനീ പറയുന്നത് ഇതിനൊക്കെ വ്യക്തമായ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. പബ്ലിക്കിന് കൂടി ഇത് മനസ്സിലാക്കാനും നിയമലംഘനം നടത്തുന്ന ക്രിമിനൽ സ്വഭാവമുള്ള പണത്തിനും മറ്റ് സ്വാധീനങ്ങൾക്കും മറിഞ്ഞ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോ നടത്തുന്നത്. തെളിവുകൾ സഹിതമാണ് ഞാൻ പറയുന്നത്. ക്രിമിനൽ കേസുകളിലെ പ്രതി, ആ പ്രതികളെ ജാമ്യത്തിലെടുക്കുന്നതിന് വേണ്ടി ജാമ്യക്കാരൻ 2.5 സെൻറ്റ് നിലത്തിൻ്റെ കരമടച്ച രസീത് പ്രതിഭാഗം വക്കീലിൻ്റെ കൈ കൊടുക്കുന്നു. വക്കീൽ എന്ത് ചെയ്തു? പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ആ സത്യവാങ്മൂലം പത്രത്തിൽ 3.5 സെൻറ്റ് വസ്തു ഉണ്ടെന്ന് കളവായിട്ട് എഴുതുന്നു. അതിന് 15 ലക്ഷം രൂപ വിലയുണ്ടെന്നും എഴുതുന്നു. 2019 ഈ 2.5 സെൻറ്റ് നിലത്തിന് അന്ന് കൂടി വന്നാൽ 5000 രൂപയെ വിലയുള്ളൂ മൊത്തം. ആ സ്ഥാനത്ത് 15 ലക്ഷം രൂപ വിലയുണ്ടെന്ന് എഴുതുന്നു. കുഴപ്പമില്ല, എത്ര 1 കോടി വേണമെങ്കിലും എഴുതാം. പക്ഷേ ഈ 2.5 സെൻറ്റ് നിലമെന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വില 5000 രൂപയെന്ന് എഴുതിയാൽ ജാമ്യം കൊടുക്കില്ല. അപ്പോൾ സത്യവാങ്മൂലം പത്രത്തിൽ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി സത്യവിരുദ്ധമായിട്ട് 2.5 സെൻറ്റ് നിലത്തിൻ്റെ സ്ഥാനത്ത് 3.5 സെൻറ്റ് വസ്തു ഉണ്ടെന്നും 15 ലക്ഷം രൂപ വിലയുണ്ടെന്നും പറഞ്ഞ് എഴുതി കോടതിയിൽ കൊടുത്തുകൊണ്ടാണ് പ്രതികൾ ജാമ്യം എടുക്കുന്നത്. ഇങ്ങനെ ജാമ്യം എടുക്കുമ്പോൾ APPക്ക് അറിയാം, ജാമ്യം കൊടുക്കുന്ന മജിസ്ട്രേറ്റിനും അറിയാം. ആ വക്കീലന്മാരല്ലേ എന്ന് കരുതി അങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ നിയമമൊന്നും പാലിക്കപ്പെടുന്നില്ല. ഇതേ ജാമ്യക്കാരൻ അതേ 2.5 സെൻറ്റ് നിലത്തിൻ്റെ കരമടച്ച രസീത് അടുത്ത കേസിൽ അതേ പ്രതികളെ ജാമ്യത്തിലെടുക്കുന്നതിന് വേണ്ടി മറ്റൊരു വക്കീലിനെ കൊടുക്കുന്നു. ആ വക്കീല് സത്യവാങ്മൂലം പത്രത്തിൽ അത് 3 സെൻറ്റ് വസ്തു ഉണ്ടെന്നും അതിന് 6 ലക്ഷം രൂപ വിലയുണ്ടെന്നും പറഞ്ഞ് കളവായി എഴുതുന്നു. കോടതി കൊടുക്കുന്നു, പ്രതികൾ ജാമ്യത്തിലെടുക്കുന്നു. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ പഴയ നമ്മുടെ IPC അതിൽ അവരുടെ ജാമ്യം റദ്ദ് ചെയ്ത്, നിയമവിരുദ്ധമായിട്ട് എടുത്തിട്ടുള്ള ജാമ്യം റദ്ദ് ചെയ്ത് കുറ്റക്കാരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുവാൻ, കേസെടുക്കുവാനായിട്ടുള്ള റൈറ്റുണ്ട്. അങ്ങനെയുള്ള നിയമം ഉള്ളപ്പോൾ ആ നിയമം അനുസരിച്ച് അവരുടെ ജാമ്യം റദ്ദ് ചെയ്ത് അവരുടെ പേരിൽ കേസെടുക്കുവാനായിട്ട് ഒരു പരാതി കേസ് നടക്കുന്ന അതേ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ആ നിയമം അനുസരിച്ച് അവരുടെ ജാമ്യം റദ്ദ് ചെയ്യണം, അവരുടെ പേരിൽ കേസെടുക്കണം. അപ്പോൾ വക്കീലന്മാരില്ലേ എന്ന് കരുതിക്കൊണ്ട് നടപടി സ്വീകരിക്കാതെ, നിയമം പാലിക്കപ്പെടാതെ അത് നീട്ടിക്കൊണ്ടു പോകുന്നു. അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേസിൽ പലതരത്തിലുള്ള കള്ളക്കളികൾ കാണിക്കുന്നു. അതിൽ കേസിലെ വാദിയെ ഭീഷണിപ്പെടുത്തുന്നു. ഓപ്പൺ കോടതിയിൽ പ്രതികൾ നിൽക്കെ ആ തെളിവുകളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സത്യവാങ്മൂലം ജാമ്യമെടുത്ത വക്കീൽ എഴുതിയിട്ടില്ലെന്ന് പറയുന്നു. മജിസ്ട്രേറ്റ് ആ കേസിലെ വാദിക്കെതിരെ വാറണ്ട് ഓർഡറാക്കുമെന്ന് പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു, മാനസികമായി ഹരാസ് ചെയ്യുന്നു. ഇതെല്ലാം പ്രതികൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം പ്രതികൾക്ക് കൂടുതൽ കുറ്റം ചെയ്യുവാനുള്ള പ്രചോദനം, വാസന ഈ മജിസ്ട്രേറ്റ് കൊടുക്കുകയാണ്. അതിൽ നിന്നും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെ ഒരു മജിസ്ട്രേറ്റ് ആ കേസ് രഹസ്യമായിട്ട് ആ കേസിൽ അത് റദ്ദ് ചെയ്യുന്നു. അത് പരാതി കൊടുത്തതിൻ്റെ പേരിൽ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഈ വക്കീലന്മാരും കൂടി ചേർന്നുകൊണ്ട്, ആ മജിസ്ട്രേറ്റുമാരും കൂടി ചേർന്നുകൊണ്ട്
SC/ST ആക്ട് നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ വാദിയുടെ കേസിലെ പ്രതിയെ മുന്നിൽ നിർത്തി ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു കള്ളക്കേസ് രഹസ്യമായിട്ട് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചൊരു കള്ളക്കേസ് എടുക്കുന്നു ആ വാദിയുടെ പേരിൽ. അതുവഴി വന്നിട്ടുള്ള ഗുരുതരമായ പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബം. അത് ഹൈക്കോടതിയിൽ അതിനെക്കുറിച്ച് പറയുന്നു, ഹൈക്കോടതിയിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, നടപടി സ്വീകരിക്കാമെന്ന് പറയുന്നു. ആ മജിസ്ട്രേറ്റ് സ്ഥലം മാറിപ്പോകുന്നു, പുതിയ മജിസ്ട്രേറ്റ് വരുന്നു. പുതിയ മജിസ്ട്രേറ്റ് വന്നതിന് ശേഷം ഇതുതന്നെയാണ് പരിപാടി. കേസ് കഴിഞ്ഞ് വാദി കോടതിയിൽ നിന്ന് പോരുന്നു. ആ പോന്ന വാദിയുടെ പേരിൽ രഹസ്യമായിട്ട് ഈ വക്കീലന്മാരുടെ സ്വാധീനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ആ വാദിക്കെതിരെ രഹസ്യമായിട്ടൊരു വാറണ്ട്, കള്ള വാറണ്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. വെബ്സൈറ്റിൽ നിന്നിട്ട് ആ വാറണ്ടിൻ്റെ പ്രിൻ്റ് എടുക്കുകയും കേസ് ദിവസത്തെ കേസിൻ്റെ അന്നത്തെ പ്രൊസീഡിങ്സിൻ്റെ സർട്ടിഫൈഡ് കോപ്പിക്ക് വേണ്ടി ഒരു കോപ്പി ആപ്ലിക്കേഷൻ അപേക്ഷ കോടതിയിൽ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആ തക്കം നോക്കി ആ മജിസ്ട്രേറ്റ് ആ വെബ്സൈറ്റിൽ നിന്ന് ആ വാറണ്ട് ക്യാൻസൽ ചെയ്തു, നീക്കം ചെയ്തു. അപ്പോൾ ഈ വാറണ്ട് ഇട്ടിരിക്കുന്നത് എന്ത് കാരണം പറഞ്ഞാണെന്നോ, കേസ് ദിവസം പെറ്റീഷണർ CW1 കോടതിയിൽ ഹാജരായില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് വാറണ്ട് ഇട്ടിരിക്കുന്നത്. ഈ പ്രിൻ്റ് എടുത്തേച്ചും ഈ വാദി കോടതിയിൽ അന്നത്തെ പ്രൊസീഡിങ്സ് സർട്ടിഫൈഡ് കോപ്പിക്ക് വേണ്ടി കോപ്പി ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അപ്പം തന്നെ മജിസ്ട്രേറ്റ് ആ വാറണ്ട് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയും സർട്ടിഫൈഡ് കോപ്പി കൊടുത്തതിൽ കംപ്ലൈൻറ്റ് വാദി കോടതിയിൽ പ്രസൻ്റായിരുന്നു, ഹാജരായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാറണ്ട് സർട്ടിഫൈഡ് കോപ്പിയിലില്ല. ഇത്തരത്തിലുള്ള ഗുരുതരമായ, വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരു ജുഡീഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ അല്ലെങ്കിൽ 2 ഓഫീസർമാർ ചെയ്താൽ ഇവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഇവിടെ റൈറ്റുണ്ട്. പക്ഷേ അവരുടെ പേരിൽ നിയമ നടപടി എടുക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. അപ്പോൾ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിലും ഉത്തരവിലുമൊക്കെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എടുക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളും നിയമ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുള്ളതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കോപ്പി എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ്. ഒന്നല്ലെങ്കിൽ ഈ മജിസ്ട്രേറ്റ് പണം മേടിച്ചുകൊണ്ട് വാദിയുടെ പേരിൽ രഹസ്യമായിട്ട് വാറണ്ട് ഇട്ടു, അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റ് മറ്റ് പല സ്വാധീനങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് വാറണ്ട് ഇട്ടു. ഏതാണെങ്കിലും ഇത് വെളിച്ചത്ത് വരണമല്ലോ. നിലവിലുള്ള കോടതിയിൽ നിന്ന് കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് CJM കോടതിയിലേക്ക് ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്ത കേസും മാറ്റി. അവിടെ ഹിയറിംഗ് നടന്നു. 2-3 ദിവസം അവിടെ നടന്ന വാദത്തിന് ശേഷം ആ കീഴ്ക്കോടതിയിൽ നിന്ന് കേസ് മാറ്റുവാനായിട്ട് CJM ഓർഡർ ഇട്ടു, ഉത്തരവായിരിക്കുകയാണ്. അപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോഴും CJM നമ്മൾ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ട ആ പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യുകയോ കുറ്റക്കാരുടെ പേരിൽ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. അത് കേസ് മാറ്റാൻ മാത്രമാണ് ഉത്തരവായിട്ടുള്ളത്. അവരുടെ എതിർഭാഗത്തിൻ്റെ ഇത് തള്ളിക്കൊണ്ടാണ് അത് ഉത്തരവായിട്ടുള്ളത്. ഞാനിത് പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജുഡീഷ്യറിയിൽ വളരെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണത്. അത് ചെയ്യുവാനുള്ള പ്രചോദനം എന്താണെന്നറിയാവോ? ഇവരിൽ അധികാരമുണ്ട്, പദവിയുണ്ട്. ഇങ്ങനെയൊക്കെ ഇവർ ചെയ്താൽ ഇവരോട് ചോദിക്കുവാൻ ഇവിടെ ആരുമില്ല എന്നുള്ളൊരു അഹങ്കാരം അവർക്കുണ്ട്. വിധികളൊക്കെ ഒരുപാട് എഴുതി വച്ചിട്ടുണ്ട്.
ഈ വിധികളൊക്കെ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയും ഉത്തരവും വല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയും ഉത്തരവും ഒക്കെ പാലിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ജനത്തിന് എവിടെയാണ് രക്ഷ? എവിടെയാണ് രക്ഷ? അതുകൊണ്ടാണ് നിയമസഭയിൽ, അത് നമ്മുടെ സംസ്ഥാന നിയമസഭയായാലും നമ്മുടെ പാർലമെൻറ്റിലായാലും അതിനു വേണ്ടിയിട്ടുള്ള അസാന്ദ്ര പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയമസഭയിൽ, നമ്മുടെ പാർലമെൻറ്റിൽ ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായി അനധികൃതമായിട്ട് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിലും FIRലും സത്യം മനസ്സിലാക്കാതെ വാറണ്ട് ഇടുകയും ഒരാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ക്രിമിനൽ കുറ്റത്തിന് അവരുടെ പേരിൽ കേസ് എടുക്കുവാനും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുവാനുമായിട്ടുള്ളൊരു നിയമം നമ്മുടെ നിയമസഭയിലും പാർലമെൻറ്റിലും പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള അസാന്ദ്ര പരിശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ഈ സർക്കാരിലെ ഈ നിയമ വകുപ്പ് മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആളുകളുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറണം. അരിക്ക് 2 രൂപ വില കൂടി, മുളകിന് 50 പൈസ കൂടി, ഉപ്പിന് 50 പൈസ കൂടി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി, ചുക്കിന് വില കൂടി, കുരുമുളകിന് വില കൂടി, ഉള്ളിക്ക് വില കൂടി എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യാനും പിക്കറ്റിംഗ് നടത്താനും ഒക്കെ അത് നല്ല കാര്യം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ നിയമം പാലിക്കപ്പെടേണ്ട ആ സംവിധാനത്തിനും കൂടി ഒരു നിയമം ശക്തമായിട്ടുണ്ടാക്കണം. നമ്മുടെ ഈ ജുഡീഷ്യറിയിലെ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ അത്താണി എന്താണ്? ജുഡീഷ്യറിയാണ്. ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അത്താണി. അതിലും ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥന്മാരെ കടന്നുകൂടി ഇങ്ങനെയൊക്കെ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ ജുഡീഷ്യറിയിൽ ജനത്തിന് എങ്ങനെ വിശ്വാസം ഉണ്ടാവും? പോരെങ്കിൽ 15 കോടി ചാക്കിൽ കെട്ടിയെന്നും അവിടെ 18 ലക്ഷം കൈക്കൂലി മേടിച്ചെന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ നീതിപീഠം, സത്യദേവതയാണ് ഒരു മജിസ്ട്രേറ്റ് ഇരിക്കുന്ന ചെയർ എന്ന് പറയുന്നത്, നീതിദേവത. ആ നീതിദേവതയായി ആ ചെയറിൽ കയറി വന്നിരുന്ന് തോന്നിയതുപോലെ തോന്നിയ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ലംഘനം നടക്കുകയാണ്. അതായത് അലക്ഷ്യം നടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നീതിക്ക് വേണ്ടി ചെല്ലുന്ന മനുഷ്യർക്ക് അവഹേളനവും പീഡനവും മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുകയാണ്. സത്യസന്ധമായ രീതിയിൽ മുഖം നോക്കാതെ നീതി നടപ്പിലാക്കേണ്ട, നീതി പാലിക്കപ്പെടേണ്ട അധികാരികൾ അത് ചെയ്യണം. അത് ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ പല ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട നമ്മളുടെ ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത നമ്മളുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസായിരുന്ന VR കൃഷ്ണയ്യർ സാറാണ് ഈ നീതി തേടി എന്ന ഈ പ്രോഗ്രാം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിനെയാണ് ആദ്യമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ശിരസാ വഹിച്ചും പാലിച്ചും കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും പ്രവർത്തിക്കുന്നതും. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ, ഇത്തരത്തിലുള്ള ആളുകളെ, മനുഷ്യാവകാശ പ്രവർത്തകരെ, സാമൂഹ്യ പ്രവർത്തകരെ, സോഷ്യൽ വർക്കർമാരെ ക്രിമിനലാക്കി മാറ്റുവാനായിട്ടുള്ള ഗൂഢപദ്ധതികൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യും. അതിന് വ്യക്തമായൊരു ഉദാഹരണമുണ്ട്. നമ്മളൊരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടാതെ വരുമ്പോൾ നമ്മളൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പറഞ്ഞ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒരു പരാതി കൊടുക്കുകയാണ്. അവർ പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കുകയാണ്. പോലീസ് സത്യവിരുദ്ധമായ രീതിയിൽ കള്ള റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് അവിടെ അടക്കി വയ്ക്കും.
വീണ്ടും പരാതിക്കാരൻ കുത്തിപ്പൊക്കുമ്പോൾ വീണ്ടും ഒരു റിമൈൻഡർ കൂടി അയക്കും. എന്നിട്ടും മറുപടി വന്നില്ല, അതവിടെ അടക്കി വയ്ക്കും. വന്ന മറുപടി അവിടെ അടക്കി വയ്ക്കും. പിന്നെയും പരാതിക്കാരൻ കുത്തിപ്പൊക്കുമ്പോൾ പിന്നെയും റിമൈൻഡർ അയക്കും. അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുത്തപ്പോൾ ആ പരാതിയിന്മേൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി കൊടുത്ത റിപ്പോർട്ടാണെന്നും പറഞ്ഞിട്ട് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് പരാതിക്കാരന് കിട്ടുകയാണ്. എന്താണെന്നറിയാമോ? ഈ പരാതിക്കാരൻ്റെ പേരിൽ 4 ക്രൈം കൂടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, പോലീസിന് കൊടുത്ത പരാതിയിന്മേൽ നടപടിയെടുക്കാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കൊടുത്ത ഒരു പരാതിയിന്മേൽ ഭ്രാന്ത് പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ കൊടുത്തത് നിന്നും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയ ഒരു മറുപടിയിൽ പരാതിക്കാരൻ്റെ പേരിൽ 4 ക്രൈം കേസുകൾ കൂടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ്. അപ്പോൾ ഇത് അറിയാൻ വേണ്ടി ആ 4 കേസിൻ്റെ FIRഉം മറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമം അനുസരിച്ച് പോലീസ് സ്റ്റേഷൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ പ്രകാരം 30 പേജിന് ഒരു പേജിന് 3 രൂപ വെച്ച് 30 പേജിന് 90 രൂപ അടക്കണമെന്ന് ആണ് ആവശ്യം. നമ്മൾ അവർ പറഞ്ഞതനുസരിച്ച് പണം അടച്ചു. ഈ സമയം വരെ, ഇന്ന് 24 ജാനുവരി 24, ഈ ജാനുവരി 24 ഷോ ചെയ്യുന്നത് വരെ മറുപടി കിട്ടിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ നിയമസഭാ സമ്മേളനങ്ങളിലും ചില സമയത്തൊക്കെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ക്രിമിനൽ സ്വഭാവമുള്ളവർ, എത്ര ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നുള്ള ചോദ്യോത്തര സമയത്ത് മറുപടി പറയും. ഈ 1000, 1200, 1400 എന്നൊക്കെ പറയുന്ന കണക്കനുസരിച്ചുള്ള ഈ ക്രിമിനലുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് എങ്ങനെ സത്യസന്ധമായിട്ടൊരു ഭരണ നിർവഹണം നടത്താൻ പറ്റും? ഇങ്ങനെ കള്ളത്തരത്തിൽ എഴുതി ഇങ്ങനെ കള്ള റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുത്ത് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായിട്ടുള്ളൊരു നിയമം നമ്മുടെ നിയമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ പാസ്സാക്കേണ്ടതല്ലേ? ഇത് ഒരാളോടല്ല, 9 പേരോടല്ല. ഇപ്പം എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. പലരോടും ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് തോന്നുന്ന പോലെ അവർ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവർ എഴുതി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ വകുപ്പുകൾ അനുസരിച്ച് പാവപ്പെട്ട നിരപരാധികളെ ബലിയാടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മളുടെ നീതിന്യായ സംവിധാനത്തെ അപ്പാടെ കുഴിച്ചു മൂടുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ ഈ ചില ജുഡീഷ്യൽ ഓഫീസർമാരായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രൂരമാണ്. ഇതിന് ശക്തമായ തലത്തിൽ നമ്മുടെ നിയമസഭകളിലും നമ്മുടെ പാർലമെൻറ്റിലും ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുവാൻ, സർവീസിൽ നിന്ന് പിരിച്ചു മാറ്റുന്നതുൾപ്പെടെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുവാനായിട്ടുള്ള നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അതിൻ്റെ പ്രവർത്തനത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ ഷോ നിങ്ങൾക്ക്
കണ്ട് നിങ്ങൾക്കിത് ബോധിച്ചു, ഇത് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ മറുപടികൾ ഞങ്ങൾക്ക് അയക്കണം. ഈ ഷോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാന്യ പ്രേക്ഷകരുടെ, ജനങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഷോ ഇപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.